ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അനൂസ് ഫുഡ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് ഒരു ചപ്പാത്തിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. സാധാരണ നമ്മൾ ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള ചപ്പാത്തി ഉണ്ടാക്കാറ്. അപ്പോൾ ഞാൻ ഇന്ന് തയ്യാറാക്കി കാണിക്കുന്നത് അരിപ്പൊടി വെച്ചിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തിയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുൻപ് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നു പോകരുത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാനും കൂടി ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കുറച്ച് വെള്ളം ഒന്ന് തിളയ്ക്കാൻ വെക്കുന്നുണ്ട്. ഒരു പാനിലേക്ക് 1.25 കപ്പ് വെള്ളം തിളയ്ക്കാൻ വെക്കുകയാണ്. നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ വെള്ളത്തിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു 1/4 ടീസ്പൂണിലും കുറച്ചും കൂടി കൂടുതൽ നിൽക്കുന്ന രീതിയിൽ ഉപ്പ് എടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 1 സ്പൂൺ ഓയിലും കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു. അപ്പോൾ ഈ വെള്ളം ഒന്ന് വെട്ടി തിളയ്ക്കുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ആ വെള്ളം നന്നായിട്ട് വെട്ടി തിളച്ചിട്ടുണ്ട്. നമുക്ക് ഈ വെള്ളം തീ ഒന്ന് കുറച്ചിടാം. നല്ല ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്ത് ഇതിലേക്ക് 1 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ തീ നല്ല കുറച്ചിടാനായിട്ട് മറന്നു പോകരുത്. 1 കപ്പ് അരിപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം നമുക്ക് ഇളക്കി കൊടുക്കുകയൊന്നും വേണ്ട. അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് ഇതുപോലെ തന്നെ ലോ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഇവിടെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫാക്കിയിടാം. ഇനി നമുക്ക് തീയുടെ ആവശ്യമില്ല. തീ ഓഫാക്കിയിട്ട ശേഷം എല്ലാ ഭാഗത്തേക്കും, ഈ പൊടിയുടെ എല്ലാ ഭാഗത്തേക്കും ആ വെള്ളം എത്തുന്ന രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ തീ ഓഫാക്കിയിട്ടോളൂ. നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. ആ പൊടിയുടെ എല്ലാ ഭാഗത്തേക്കും വെള്ളം എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതാ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് തണുക്കുന്നത് വരെ വെയിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ സാധാരണ അരിപ്പൊടി വെച്ചിട്ട് മറ്റ് സ്നാക്കൊക്കെ തയ്യാറാക്കി എടുക്കുമ്പോൾ ചെറിയ ചൂടോടുകൂടി കുഴയ്ക്കുകയാണ് ചെയ്യാറ് കയ്യിൽ. അപ്പോൾ ഇതങ്ങനെയല്ല, നന്നായിട്ട് തണുക്കണം. തണുത്ത ശേഷം വേണം കുഴച്ചെടുക്കാനായിട്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് തണുത്തോട്ടെ. അപ്പോൾ ഇതാ നന്നായിട്ട് തന്നെ തണുത്ത് വന്നിട്ടുണ്ട്. കണ്ടല്ലോ, നല്ലതായിട്ട് വിട്ട് പൊടിയൊക്കെ ഇതുപോലെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുഴയ്ക്കാനുള്ള ഒരു എളുപ്പത്തിന് വേറൊരു പരന്ന പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഇതിനെ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നത് പോലെ കുഴച്ചെടുക്കണം. നമ്മൾ കയ്യിൽ കുറച്ച് ഓയിലൊന്ന് തടവിയ ശേഷമാണ് കുഴയ്ക്കുന്നത്. വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കരുത്. ഡ്രൈ ആയിട്ട് ഫീൽ ചെയ്യും, കുഴപ്പമൊന്നുമില്ല. കൈ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും ആദ്യം മാവൊന്ന് ഇതുപോലെ ഇളക്കിയെടുത്ത ശേഷം കുഴച്ചെടുത്താൽ മതി. അപ്പോൾ ഇതാ നന്നായിട്ട് തന്നെ ഞാൻ ഒന്ന് കുഴച്ച് ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു 3-4 മിനിറ്റ് നന്നായിട്ടൊന്ന് നല്ല സോഫ്റ്റായിട്ട് മാവ് കിട്ടാൻ വേണ്ടിയിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ നന്നായിട്ട് തന്നെ ഈ ഒരു രീതിയിൽ ഒന്ന് കുഴച്ചെടുത്തോളൂ. എങ്കിലാണ് നമ്മുടെ ചപ്പാത്തി നല്ല സോഫ്റ്റായിട്ട് ഇരിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ ഒരു 3-4 മിനിറ്റ് നന്നായിട്ട് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട കാര്യമൊന്നുമില്ല. സമയമുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കാം. ഞാൻ കുറച്ച് ഓയിൽ തടവിയ ശേഷം ഇതിനൊന്ന് അടച്ച് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ്. നമുക്ക് വെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. സമയമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ചെറിയ ചെറിയ ബോൾസായിട്ട് ഉരുട്ടിയിടുകയാണ്. അപ്പോൾ ഷേപ്പിലൊന്നും ആക്കി എടുക്കണം എന്നൊന്നുമില്ല. ചെറിയ നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് എടുക്കുന്ന ഒരു ലഡുവിൻ്റെ ഒക്കെ വലുപ്പത്തിലുള്ള ഒരു ഉരുള എടുക്കുക. ഇതുപോലെ എല്ലാതും ഉരുട്ടിയിടാം. തീരെ അങ്ങ് ഉരുട്ടി ഷേപ്പാക്കണം എന്നൊന്നുമില്ല. അപ്പോൾ ഇതാ ഞാൻ ഈ ഒരു രീതിയിൽ എല്ലാതും തന്നെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് നമുക്ക് ഒരെണ്ണം എടുക്കാം. ബാക്കിയുള്ളതെല്ലാം തന്നെ അടച്ചു വയ്ക്കാം, നീക്കി വയ്ക്കാം. ഇതെങ്ങനെയാണ് പരത്തുന്നത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാ 2 കൈയിലേക്കും ഞാൻ മാറ്റിയിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. കണ്ടല്ലോ, അപ്പോൾ നന്നായിട്ട് അതിൻ്റെ ഉള്ളിൽ നല്ല സോഫ്റ്റായിട്ട് കുഴഞ്ഞ് കിട്ടും. ഇനി കയ്യിൽ വെച്ചിട്ട് നന്നായിട്ട് ഉരുട്ടിയെടുക്കുക. അപ്പോൾ നന്നായിട്ട് നല്ല സോഫ്റ്റായിട്ട് ഉരുണ്ട് വന്നിട്ടുണ്ട്. കണ്ടല്ലോ, ഇതിപ്പോൾ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. ഇവിടെ ഞാൻ കുറച്ച് പൊടി എടുത്തിരിക്കുന്നത് അരിപ്പൊടി തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 2 സൈഡിൽ നന്നായിട്ട് ഡിപ്പ് ചെയ്താക്കി കൊടുക്കുക. അപ്പോൾ നമുക്കിത് ഗോതമ്പ് പൊടിയോ മൈദ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. കുറച്ചും കൂടി എളുപ്പം ഗോതമ്പ് പൊടി മൈദയൊക്കെ ആയിരിക്കും. ഞാൻ അരിപ്പൊടി വെച്ച് ചെയ്യുന്നത് കൊണ്ട് മുഴുവൻ അരിപ്പൊടിയായിട്ട് എടുത്തേ ഉള്ളൂ. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തിയെടുക്കുന്നത് പോലെ അതൊന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് പിന്നെ ഇത് പരത്തി കൊടുക്കാം. അരിപ്പൊടി ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ സൈഡൊക്കെ ഒരു എന്താ പറയുക, ഷേപ്പ് ഇച്ചിരി കുറവായിട്ട് വരാനായിട്ട് സാധ്യതയുണ്ട്. കുഴപ്പമില്ല, നന്നായിട്ട് തന്നെ പരത്തി കൊടുക്കുക. കുറച്ച് പൊടിയൊക്കെ ഇട്ട് പരത്തി കൊടുക്കുക.
അപ്പോൾ ഇതാ നമ്മൾ നന്നായിട്ട് തന്നെ പരത്തി എടുത്തിട്ടുണ്ട്. നമ്മുടെ ചപ്പാത്തി ഇവിടെ പരത്തി എടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഒരുപോലെ ഒരേ കനത്തിൽ പരത്തി എടുക്കണം കേട്ടോ. കണ്ടല്ലോ, ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് അരിപ്പൊടി ആയതുകൊണ്ട് തന്നെ ഒന്ന് ചെറിയൊരു ഷേപ്പിന് കുറവുണ്ടല്ലോ. അപ്പം ഞാനിതൊന്ന് ഈ ഒരു രീതിയിലൊന്ന് വെട്ടി കട്ട് ചെയ്തെടുക്കുകയാണ്. നിങ്ങൾ വീട്ടിൽ ചെയ്യുമ്പോൾ അങ്ങനെ കട്ട് ചെയ്യണ്ട കേട്ടോ. നമ്മൾ ചപ്പാത്തിയൊക്കെ ചുട്ടെടുക്കുമ്പോൾ നല്ല ബോൾ പോലെ വീർത്ത് വരാനായിട്ട് കുറച്ചും കൂടി എളുപ്പം കട്ട് ചെയ്യാതെ എടുക്കുന്നതാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഞാനൊരു ഫോട്ടോയ്ക്ക് ഒരു ഭംഗിക്ക് വേണ്ടി കട്ട് ചെയ്തതന്നേ ഉള്ളൂ. അപ്പം നല്ല ഭംഗിയുണ്ടല്ലോ കാണാനായിട്ട്. ഇനി അതിൻ്റെ പുറത്തുള്ള പൊടിയൊക്കെ ഒന്ന് തട്ടിക്കളയുക. ഇനി ഇതൊന്ന് ചുട്ടെടുക്കുന്നതും കൂടി കാണിച്ചു തരാം. അപ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കണം നിങ്ങൾ. അപ്പം ഞാനൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു പാൻ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചപ്പാത്തി ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ചപ്പാത്തി അതിൽ കിടന്ന് മൊരിഞ്ഞു പോകരുത്. അത് പ്രത്യേകിച്ച് അരിപ്പൊടി ആയതുകൊണ്ട് തന്നെ നമ്മൾ അനക്കി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ. ഇനി നമുക്ക് ഒരു സൈഡ് ഇങ്ങനെ വീർത്ത് തുടങ്ങിയിട്ടുണ്ടല്ലോ, ആ സമയത്ത് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് പാനിൽ ഇങ്ങനെ കിടന്ന് മൊരിയരുത്. പ്രത്യേകിച്ച് അരിപ്പൊടിയുടെ ആയതുകൊണ്ട് തന്നെ കിടന്ന് മൊരിഞ്ഞു പോയാൽ കല്ല് പോലെയാവും. നമ്മളൊരു 30 സെക്കൻഡ് കൂടുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. കൂടെ തന്നെ തീ കൂട്ടി ഒന്നും ഇടരുത്. ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഒരു സൈഡ് ഒന്നും കൂടി ഒന്ന് വീർത്ത് തുടങ്ങിയിട്ടുണ്ട്. വീണ്ടും തിരിച്ചിടുകയാണ്. ഒരു 30 സെക്കൻഡൊക്കെ കൂടുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുമ്പോഴാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി നമുക്ക് കിട്ടുന്നത്. അപ്പോൾ 2-3 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ അതാ ഇതുപോലെ നല്ല വീർത്ത് വരും. കണ്ടല്ലോ, ഇങ്ങനെ ഈ ഒരു രീതിയിൽ വരുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഗ്രില്ലൊക്കെ ഉണ്ടെങ്കിൽ അതിൽ വെച്ചിട്ട് നേരെ ഗ്യാസ് ഒന്ന് കാണിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. അപ്പം എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല. അപ്പോൾ ഇത് എത്രയേ ഉള്ളൂ. ഇതിൻ്റെ കളറൊക്കെ മാറി നന്നായിട്ട് വീർത്ത് വന്നിട്ടുണ്ട്. നമ്മുടെ ചപ്പാത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ചപ്പാത്തി എപ്പോഴും ചുടുന്നത് ഇതുപോലെ മൂടി വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. എങ്കിലാണ് നല്ല സോഫ്റ്റായിട്ട് ഇരിക്കുകയുള്ളൂ. അപ്പോൾ ഇതാ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ അരിപ്പൊടി വെച്ചിട്ടുള്ള ചപ്പാത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ സാധാരണ ചപ്പാത്തി കഴിക്കുന്ന കറികളൊക്കെ വെച്ചിട്ട് ഇത് കഴിക്കാം കേട്ടോ. അപ്പോൾ അരിപ്പൊടി ആയതുകൊണ്ട് തന്നെ സാമ്പാറൊക്കെ കൂട്ടി കഴിക്കണോണ്ട് കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റാണ്. കാണുമ്പോൾ അറിയാമല്ലോ നല്ല സോഫ്റ്റാണ്. ഇതിൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ പാനിലേക്ക് ചുട്ടെടുക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് തിരിച്ചിട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ അത് കല്ല് പോലെ ആവാനായിട്ട് സാധ്യതയുണ്ട്. ഞാനിത് ഓയിലൊന്നും ഒഴിച്ചിട്ടില്ല, വെറുതെ അങ്ങ് ചുട്ടെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാനിത് കണ്ടോ നല്ല സോഫ്റ്റാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവണില്ലേ. ഓരോന്ന് ചുട്ടെടുക്കുമ്പോഴും അത് അടച്ചു വയ്ക്കാൻ, ചൂടോടുകൂടി തന്നെ അടച്ചു വയ്ക്കാനും കൂടി ഒന്ന് ശ്രദ്ധിക്കണം. എങ്കിലാണ് ഇതൊക്കെ ശ്രദ്ധിക്കുമ്പോഴാണ് നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നത്. കണ്ടല്ലോ, നല്ലതായിട്ട് നല്ല ഹോള് പോലെ ഉള്ളിലോട്ടായിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചപ്പാത്തി, അരിപ്പൊടി വെച്ചിട്ടുള്ള ചപ്പാത്തി. കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുകയാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും എന്തെങ്കിലും നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം തന്നെ കമൻറ്റ് ബോക്സിലൂടെ പങ്കുവയ്ക്കാനും കൂടി ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ്, സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വരുന്ന ആ ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്ത് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ നേരത്ത് അതിൽ 3 ഓപ്ഷൻസ് ചോദിക്കും. അതിൽ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്തെങ്കിൽ മാത്രമാണ് ഞാൻ മറ്റു വീഡിയോകൾ ഇടുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണേ. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടി വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ചാനലിന് വലിയൊരു സപ്പോർട്ടായിരിക്കും കേട്ടോ. ഓക്കെ, അടുത്ത ദിവസം നല്ല റെസിപ്പിയുമായി ഞാൻ വേഗം വരാം. താങ്ക്